വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ പാഠം നടന്ന് നടന്നങ്ങനെ. നമുക്ക് രണ്ടാമത്തെ പാഠത്തിലെ ആക്ടിവിറ്റീസ് നോക്കാം. ചിത്രത്തിൽ എന്താ കാണുന്ന മക്കളെ? കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്, പിന്നെ ഒരു പൂമ്പാറ്റയുണ്ട്, ഒരു പൂവുമുണ്ട്. പൂമ്പാറ്റ ചിറകുകളും പൂവിതളുകളും കണ്ടില്ലേ? അവയ്ക്ക് നിറം നൽകൂ. പൂമ്പാറ്റയ്ക്കും പൂവിനും നിറം നൽകണം. എന്നിട്ടോ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന സംഖ്യയ്ക്കും അതേ നിറം കൊടുക്കണം. പൂമ്പാറ്റയ്ക്ക് എത്ര ചിറകുകളാണുള്ളത്? നോക്കൂ, 1 2 3 4. 4 ചിറകുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഏതിനാണ് കളർ ചെയ്യേണ്ടത്? ഏത് സംഖ്യക്കാ കളർ ചെയ്യേണ്ടത്? 4. അപ്പോൾ നമുക്ക് പൂമ്പാറ്റയ്ക്ക് നൽകിയ അതേ നിറം തന്നെ 4നും കൊടുക്കാം. ഇനി നമുക്ക് പൂവിന്റെ ഇതളുകൾ എണ്ണാം. 1 2 3 4 5 6 7. 7 ഇതളുകളാണ് പൂവിനുള്ളത്. അപ്പോൾ നമുക്ക് 7ന് കളർ ചെയ്യാം. പൂവിന് കൊടുത്ത അതേ നിറം തന്നെ കൊടുക്കണേ. ഇനി അടുത്ത വർക്ക്ഷീറ്റ് തൊപ്പിക്കൂട്ടം. 7 തൊപ്പികൾ 2 കൈയിലുമായി എടുത്ത് തൊപ്പിക്കാരൻ യാത്രയായി. ഓരോ കൈയിലും എത്ര തൊപ്പികൾ വീതമാകാം? വരച്ചു യോജിപ്പിക്കൂ. തൊപ്പിക്കാരന്റെ കയ്യിൽ എത്ര തൊപ്പികളാണ് വേണ്ടത്? 7 തൊപ്പികളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 4 തൊപ്പികളുണ്ട്. ഇനി അതിന്റെ കൂടെ എത്ര ചേർന്നാലാണ് 7 ആവുക? 3 തൊപ്പികൾ കൂടി ചേർന്നാലാണ് 7 ആവുക. അപ്പോൾ നമുക്ക് 3 തൊപ്പികൾക്ക് നേരെ വരച്ചു യോജിപ്പിക്കാം. അടുത്തത് നോക്കൂ, ഇതിൽ എത്ര തൊപ്പികളാണുള്ളത്? 1 2 3 4 5. 5 തൊപ്പികളുണ്ട്. അപ്പോൾ 5ന്റെ കൂടെ എത്ര ചേർന്നാലാണ് 7 ആവുക? 5ന്റെ കൂടെ 2 ചേർന്നാൽ 7 ആകും. അപ്പോൾ നമുക്ക് 2ന് നേരെ വരച്ച് യോജിപ്പിക്കാം. ഇനി അടുത്തത് നോക്കൂ, എത്ര തൊപ്പിയാണുള്ളത്? 1 തൊപ്പിയാണുള്ളത് അല്ലേ? അപ്പോൾ നമുക്കതിന്റെ കൂടെ 6 തൊപ്പികൾ കൂടി വേണം. അപ്പോൾ നമുക്ക് 6 തൊപ്പികളുള്ള കോളത്തിലേക്ക് ഇതിനെ വരച്ച് യോജിപ്പിക്കാം. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ എത്ര തൊപ്പിയാണുള്ളത്? 3 തൊപ്പിയാണുള്ളത്. അതിന്റെ കൂടെ എത്ര ചേർന്നാലാണ് 7 ആവുക? 3ന്റെ കൂടെ 4 ചേർന്നാലാണ് 7 ആവുക. അപ്പോൾ 4 തൊപ്പികളാണ് വേണ്ടത്. അപ്പോൾ ഇതിന് നേരെ നമുക്ക് വരച്ച് യോജിപ്പിക്കാം. വരച്ചു യോജിപ്പിച്ചവ എഴുതി നോക്കൂ. ഏതൊക്കെയാണ് നമ്മൾ വരച്ചു യോജിപ്പിച്ചത്? 4 3. അപ്പോൾ 7 ആകും. പിന്നെ 5 2. അപ്പോൾ 7 ആകും. പിന്നെ 1 6. പിന്നെയോ 3 4. ഇതളുകൾ വരയ്ക്കാം. ചായത്തിൽ വിരൽത്തുമ്പ് മുക്കി പൂവിന്റെ ഇതളുകളുടെ എണ്ണത്തിനനുസരിച്ച് പതിപ്പിക്കൂ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ വാട്ടർ കളറോ അതുപോലുള്ള പെയിന്റ് കളറോ വല്ലതും ഉണ്ടോ? എന്നാല് അതില് നിങ്ങളുടെ വിരൽത്തുമ്പ് മുക്കി ഓരോ നമ്പറിനനുസരിച്ചുള്ള ഇതളുകൾ വരച്ചു കൊടുക്കാം. ആദ്യം എത്ര ഇതളുകളാണ് വേണ്ടത്? 7 ഇതളുകളാണ് വേണ്ടത്. അപ്പോൾ ചായത്തിൽ മുക്കി 7 ഇതളുകൾ വരച്ചു കൊടുക്കണം. പിന്നെ അടുത്തത് 9 ഇതളുകളാണ് വേണ്ടത്. അപ്പോൾ 9 ഇതളുകൾ വരച്ചു കൊടുക്കണം. അടുത്തത് 5. ഇവിടെ 5 ഇതളുകൾ വരച്ചു കൊടുക്കണം. പിന്നെ 8. പിന്നെ 6.
ഇവിടെ 6 ഇതളുകൾ വരച്ചു കൊടുക്കണം. ഓക്കെ, ചെയ്തില്ലേ? അടുത്തത് എഴുതാം. ഓരോ ചിത്രത്തിലും നിവർത്തിയ വിരലുകളുടെ എണ്ണം എഴുതുക. ആദ്യത്തെ ചിത്രത്തിൽ എത്ര വിരലുകളാണ് നിവർത്തിയിട്ടുള്ളത്? 3 വിരലുകളാണ്. അടുത്ത നോക്കൂ, ഇവിടെ എത്ര വിരലുകളാണ് നിവർത്തിയിട്ടുള്ളത്? 1 2 3 4 5 6 7 8 9. 9 വിരലുകളാണ് നിവർത്തിയിട്ടുള്ളത്. ഇതിലോ? ഇതിൽ ഒരു വിരൽ മാത്രമാണ് നിവർത്തിയിട്ടുള്ളത്. ഇതിലോ? ഇതിൽ 1 2 3 4. 4 വിരലുകൾ നിവർത്തിയിട്ടുണ്ട്. ഇതില് 1 2 3 4 5 6. 6 വിരലുകൾ നിവർത്തിയിട്ടുണ്ട്. ഇതില് 1 2. അടുത്തത് നോക്കൂ, ഇതിൽ എത്ര വിരലുകളാണുള്ളത്? 1 2 3 4 5 6 7 8. അടുത്തത് 1 2 3 4 5. 5 വിരലുകൾ. അടുത്തത് 1 2 3 4 5 6 7. 7 വിരലുകളാണ് നിവർത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? മുകളിലെ സംഖ്യകൾ ക്രമത്തിൽ എഴുതാം. ഇനി നമുക്ക് ആ സംഖ്യകളൊക്കെ ഒന്ന് ക്രമത്തിൽ എഴുതാം. ചിത്രത്തിൽ നോക്കൂ, ആദ്യം ഏത് സംഖ്യയാണ് വേണ്ടത്? 1, പിന്നെ 2 3 4 5 6 7 8 9. തോരണം ഉണ്ടാക്കാം. തോരണങ്ങളിൽ എല്ലാം മുകളിൽ എഴുതിയ എണ്ണത്തിനനുസരിച്ച് പൂക്കളുണ്ടോ? നോക്കൂ, ആദ്യത്തേതിൽ എത്ര പൂക്കളാണുള്ളത്? 1 2 3 4 5 6 7 8. 8 പൂക്കളാണുള്ളത് അല്ലേ? ഇവിടെ എത്രയാണ് സംഖ്യ തന്നിട്ടുള്ളത്? 9. അപ്പോൾ നമുക്കിതിലെ ഒരു പൂവ് കൂടി വരച്ചു കൊടുക്കണം. അടുത്തത് നോക്കൂ, സംഖ്യ 5. പൂക്കൾ എത്രയാണുള്ളത്? 1 2 3 4. 4 പൂക്കൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എത്ര പൂവ് വരച്ചു കൊടുക്കണം? ഒരു പൂവ് കൂടി വരച്ചു കൊടുക്കണം. അടുത്തതിൽ 7 പൂക്കളുണ്ടോ? 1 2 3 4 5. 5 പൂക്കളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിതില് 2 പൂക്കൾ കൂടി വരച്ചു കൊടുക്കണം. അടുത്തത് 6 പൂക്കൾ വേണം. ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്. ഇനി നമുക്ക് 4 പൂക്കൾ കൂടി വരച്ചു കൊടുക്കണം. അടുത്തത് 8. ഇതിൽ എത്ര പൂക്കളാണുള്ളത്? 1 2 3 4 5 6. അപ്പോൾ നമുക്കിതില് 2 പൂക്കൾ കൂടി വരച്ചു കൊടുക്കണം. അടുത്തത് 6. ഇതിൽ ഒരു പൂക്കളുമില്ല അല്ലേ? അപ്പൊ നമ്മളിവിടെ എത്ര പൂക്കളാണ് വരച്ചു കൊടുക്കേണ്ടത്? 6 പൂക്കളും വരച്ചു കൊടുക്കണം. അടുത്തത് 3 പൂക്കളുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ സംഖ്യ എത്രയാണ് തന്നിട്ടുള്ളത്? 7. അപ്പോൾ നമുക്കിവിടെ എത്ര പൂക്കൾ കൂടി വരച്ചു കൊടുക്കണം? ഇനി 4 പൂക്കൾ കൂടി വരച്ചു കൊടുക്കണം. ഇനി അടുത്തത് നോക്കൂ, ഇതിൽ എത്ര പൂക്കളാണുള്ളത്? 1 2 3 4 5 6 7. 7 പൂക്കളാണുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഒന്നുകൂടി വരച്ചു ചേർത്ത് കൊടുക്കാം. അടുത്ത് നോക്കൂ, 1 2 3 4 5 6 7 8 9. ഇതില് 9 പൂക്കളുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പൂവും വരച്ചു കൊടുക്കേണ്ടതില്ല. ഇനി നമുക്കിവിടെ വരച്ചു ചേർത്ത പൂക്കളുടെ എണ്ണം എഴുതാം. ആദ്യത്തേതില് നമ്മൾ ഒരു പൂവ് വരച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ 1. അടുത്തതില് 1. അടുത്തതില് 2. പിന്നെ 4 2 6 4 1 0. അടുത്തത് ഞാനാര്? ഉത്തരം എഴുതൂ.
ഉത്തരമായി വരുന്ന സംഖ്യാചിത്രത്തിന് നിറം കൊടുക്കൂ. ഒന്നുകളെന്നിൽ രണ്ടുണ്ട്, നാലൻ പാതിയും ഞാനല്ലോ, എങ്കിൽ പറയൂ ഞാൻ ആരെ? എന്നിൽ എത്ര ഒന്നുകളുണ്ടെന്നാണ് പറഞ്ഞത്? 2 ഒന്നുകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? 4ന്റെ പാതിയും ഞാനാണ്. കുട്ടികൾക്ക് മനസ്സിലായോ? എത്രയാണ് ഉത്തരം വരുന്നത്? അതെ, 2. അടുത്തത്, പിന്നിലുണ്ട് 3, മുന്നിലുണ്ട് 5, നടുക്കിരിക്കും എന്നുടെ പേര് പറയൂ പറയൂ ചങ്ങാതി. എന്റെ പിന്നിലുള്ള സംഖ്യ എത്രയാ? 3. മുന്നിലുള്ള സംഖ്യ എത്രയാ? 5. അപ്പോൾ അതിന്റെ 2ന്റെയും നടുവിലാണ് ഞാനുള്ളത്. 3ന്റെയും 5ന്റെയും നടുവിലുള്ളത് ആരാണ്? 4ആണ്. അപ്പോൾ ഉത്തരം 4. ഞാനാ വലുത്, ഞാനാ വലുത്. 2ഉം 4ഉം 7ഉം 8ഉം അടിപിടിയായി കലപിലയായി. നിങ്ങൾ പറയൂ ആരാ വലുത്? മക്കളെ, ആരാണ് വലുത്? 2ആണോ 4ആണോ 7ആണോ 8ആണോ? എന്താ സംശയല്ലേ? 8 തന്നെയാണ് വലുത്. അപ്പോൾ ഇവിടെ 8ആണ് വേണ്ടത്. 1 കൂടി ചേർന്നപ്പോൾ ഞാൻ 6ആയി. 1 പോയപ്പോൾ ഞാൻ 4ആയി. ആരാണ് ഞാനെന്ന് ചൊല്ലിടാമോ? എന്റെ കൂടെ 1 ചേർന്നാൽ ഞാൻ 6ആകും. എന്നിൽ നിന്ന് 1 പോയാലോ? ഞാൻ 4ആകും. അപ്പോൾ ഞാൻ ആരാണ്? ഉത്തരം കുട്ടികൾ കമന്റ് ചെയ്യൂ. ആരൊക്കെയാണ് കറക്റ്റ് ഉത്തരം നൽകുന്നതെന്ന് ടീച്ചർ ഒന്ന് നോക്കട്ടെ.